ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ വീടിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു 1/2 കിലോമീറ്റർ മാറി ഒരുപാട് വീടുകളുണ്ട്. അതായത് നമ്മുടെ വീടിന് 4 ചുറ്റും 1/2 കിലോമീറ്റർ മാറി ഒരുപാട് വീടുകളുണ്ട്. ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വേറെ വീടുകളൊന്നുമില്ല. ഈ കുറേ ഇങ്ങനെ സ്ഥലങ്ങൾ വിറ്റിട്ട് ഈ ഫ്ലോട്ടായിട്ട് മേടിച്ചിട്ടേക്കുന്ന ആരും വീടൊന്നും വച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വീട് വയ്ക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മൾ വീട് വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒഴിഞ്ഞടക്കുന്ന സ്ഥലമല്ലേ, പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, പക്ഷെ എന്നാലും മനുഷ്യരല്ലേ, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം കാണുമ്പോൾ നമുക്കവിടെ താമസിക്കാൻ ചെറിയൊരു പേടിയൊക്കെ കാണും. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട് പണി സ്റ്റാർട്ട് ചെയ്തു. വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേറൊരു റീസൺ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ പറയാം. അപ്പം നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞു. നമുക്കിവിടെ വെള്ളം കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുവരെ വീട് ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം നമ്മൾ താമസിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കരുതി നമുക്കൊരു ദിവസം രാത്രി ഇവിടെ വന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. താമസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ആയി പണി പാളിയാൽ പിന്നെ പാലം വെള്ളത്തിൽ പണി കിട്ടത്തില്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട് പണി ഇങ്ങനെ ഏതാണ്ട് പൂർത്തിയായി കിടക്കുന്ന സമയത്ത് ഞങ്ങളൊരു ദിവസം രാത്രി ഒരു 10:30-11 മണിയായപ്പോൾ ഞാനും ഹസ്ബൻഡും പിള്ളേരും കൂടി വണ്ടിയിൽ ഇവിടെ വന്നു. ഇവിടെ കറണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴേ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഒന്നുമില്ല, കൂരിരുട്ട. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ വണ്ടിയിൽ വെട്ടത്തിൽ ഇവിടെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ടോർച്ചൊക്കെ അടിച്ചാണ് വീടിനകത്ത് കയറി. ഞങ്ങൾ ഒരു മണി വരെയൊക്കെ, 2 മണി വരെ ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിള്ളേരും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പരീക്ഷിക്കാൻ വന്നതാണ്. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. പക്ഷെ നമ്മൾ 4 കൂടെ ഒരുമിച്ചായതുകൊണ്ട് പകരം കൂടെ ആളുണ്ടല്ലോ എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ പേടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 2 മണി വരെ ഇങ്ങനെ നോക്കി. നമ്മൾ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ നോക്കി, ടോർച്ചടിച്ച് നോക്കി. അങ്ങനെ പേടിക്കാനായിട്ടൊന്നുമില്ല. അന്ന് ഞങ്ങൾക്ക് കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ പ്രേതത്തിൽ വിശ്വാസമല്ല, എന്നാലും ആൾക്കാർ പലതും പറയാൻ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരിതുണ്ട്. ഞങ്ങൾ അങ്ങനെ അന്ന് കൺഫേം ചെയ്തു ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിവിടെ വെള്ളമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വീട് പാലാച്ചിന് വന്ന അന്ന് തന്നെ എല്ലാവരും എടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് പേടിയില്ലേ ഇവിടെ താമസിക്കാൻ? എങ്ങനെ ഇനി അങ്ങോട്ട് ഇവിടെ താമസിക്കും? രാത്രിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ശല്യമൊക്കെ കാണത്തില്ലേ എന്നൊക്കെ. നമ്മളൊരു ദിവസം വന്ന് പരീക്ഷിച്ചുവെങ്കിലും ആൾക്കാരിതെല്ലാം പറയുന്നുണ്ടോ, വീണ്ടും നമുക്ക് പേടി തോന്നി. പക്ഷെ നമ്മളത് കാര്യമാക്കിയില്ല. കാരണം വീട് വെച്ചല്ലോ, താമസിക്കാം, വരുന്നത് വഴിയെ കാണാം. അങ്ങനെ ഞങ്ങൾ താമസം തുടങ്ങി. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കും. പക്ഷെ അത് അങ്ങനത്തതല്ല, ഈ പട്ടി ഓരിയിടുന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും, പുറത്തിറങ്ങത്തില്ല. അപ്പോഴേ ഇവിടെ അതിന് ശേഷം നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രേതമൊന്നുമില്ലേ ഇവിടെ? രാത്രി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണാറുണ്ടോ എന്നൊക്കെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക പേരും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് വരെ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടുന്ന് ഇല്ല, ഇതുവരെയും ഇല്ല. ഞാനൊക്കെ രാത്രി എൻ്റെ മൂത്തയാൾ ട്യൂഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ 10 മണിക്കൊക്കെ ഞാൻ ഹസ്ബൻഡ് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാനാ പോയി മോനെ എടുത്തിട്ട് വരുന്നത്. പിന്നെ ഈ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ റോഡ് ടാർ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ വണ്ടി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സംഭവം റോഡാണ്, പക്ഷെ ടാർ ഇട്ടിട്ടില്ല. വണ്ടി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചെളി കൊട്ടി പിടിക്കുന്ന ഒരു ടൈപ്പ് മണ്ണാണിത്. വണ്ടിയൊക്കെ സ്ലിപ്പാവും, അറ്റ്ലീസ്റ്റ് നമുക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ വണ്ടി ടാർ എൻ്റെ വരുന്നൊരു ഭാഗമുണ്ട്, അവിടെ ഒരു കുരിശടിയുണ്ട്, എൻ്റെ സൈഡിൽ ഒതുക്കിയിട്ട് നടന്നാണ് വരാറ്. അപ്പം ഞാൻ രാത്രിയിലൊക്കെ ചിലപ്പോൾ മോനെടുക്കാൻ ഹസ്ബൻഡ് പോകും, അല്ലെങ്കിൽ ഞാൻ അതുവഴി ഒറ്റയ്ക്ക് നടന്നാണ് പോകാറ്. അതായത് ഇത്രയും ഒരു 1/2 കിലോമീറ്റർ നമുക്ക് ഈ ഒരു വിള താണ്ടി പോകണം. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പോകാറ്. അങ്ങനെ പോകുമ്പോൾ മനസ്സിനൊരു പേടിയും ഇതൊക്കെയുണ്ട്. എന്തിനു പറയണം, ഇന്നലെ തന്നെ ഞാൻ എൻ്റെ മോനെ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പനിയാണ്.
അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഭയങ്കര പട്ടി ഓരിയില്ല, ഭയങ്കര ബഹളമായിരുന്നു പട്ടികളെല്ലാം കൂടി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എടി നീ പോകണ്ട ഒറ്റയ്ക്ക്, എന്തോ തന്തിയിട്ട് തോന്നുന്നു, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ പോകാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടൻ പനി ആയിട്ടിരിക്കുകയല്ലേ, ഇപ്പോൾ തണുപ്പ്, രാത്രി ചെറിയ തണുപ്പുണ്ട് ഇവിടെ, അപ്പോൾ ഇറങ്ങണ്ട, ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആളോടിത് പറഞ്ഞുവെങ്കിലും എനിക്ക് മനസ്സിലൊരിതുണ്ട്, ഇനി അങ്ങനെ വല്ല ആണോ, ഇത് കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ വല്ല ആണോ എന്നൊരു മനസ്സിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. അപ്പം അതൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കത്തില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി ഈ കാട് കഴിയുന്നിടം വരെ, ഈ പാലം കിടക്കുന്നവരെ നാരായണ നാരായണ, പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരായണ പൂരായണ എന്ന് പറയുന്ന പോലെ ഞാൻ ഈ ഒറ്റപ്പെട്ട ഏരിയ കഴിയുന്നവരെ ഞാൻ ഉറക്കെ നല്ല ശബ്ദത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നതാണെങ്കിലും നടന്നു പോകുന്നതാണെങ്കിലും. അപ്പം ഇത് സത്യത്തിൽ ഇതുവരെ ഇവിടെ അങ്ങനെ പ്രേതം അങ്ങനെ ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇല്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും, പട്ടീനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ആ ഒരു ശല്യം അല്ലാതെ നമുക്ക് ഇന്ന് വരെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി പറയാൻ കാര്യം, ഇനി നമ്മൾ നമ്മുടെ ചുറ്റുപാട് കാണിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കും ഒരു ഡൗട്ട് തോന്നും, ഇവിടെ എങ്ങനെ താമസിക്കുന്നു, ഇവിടെ പ്രേതമുണ്ടോ? കാരണം ഡയറക്റ്റ് നമ്മളോട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സ്റ്റിൽ ഇപ്പോഴും ചോദിക്കുന്നവർ എങ്ങനെ താമസിക്കുന്നു ഇവിടെ, എന്തിന് ഈ 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ വീട്ടുകാരോട് ചോദിക്കും നമ്മളോട് കേട്ടോ, നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്, നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചു തരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് സത്യത്തിൽ എനിക്കിത് ആദ്യമൊക്കെ ഒരു ചെറിയൊരു പേടിയും ഒരറപ്പും ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ താമസിക്കുന്ന പോലെ സമാധാനം എങ്ങും കിട്ടാൻ പോകുന്നില്ല. ഒരു ശല്യവും ഇല്ല കേട്ടോ, ഒരു ശല്യവും ഇല്ല. നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്, നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയ അന്തരീക്ഷം ഇവിടെ. അങ്ങനെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെറിയൊരു മനസ്സിലൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും പകൽ നല്ല കാമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നമുക്ക് ഒറ്റയ്ക്ക് പിന്നെ പേടി തോന്നത്തില്ല പകൽ, നൈറ്റ് ചെറിയൊരു പേടിയൊക്കെ തോന്നും. അപ്പോൾ ഈ ചെറിയൊരു വിശേഷം പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ഞാൻ എന്തായാലും വീടിൻ്റെ ചുറ്റുവട്ടം കാണിച്ചിട്ടാണ് കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം, കണ്ടോ? ഒരു വീട് പോലും ഇല്ല അവിടെ, എങ്ങും ഒരു വീട് പോലും കാണാനില്ല. 4 സൈഡും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരൊറ്റ വീട് പോലും ഇല്ല. അത് സൂര്യൻ അസ്തമിച്ച് വരുന്നതിൻ്റെയാണേ വെട്ടം, ഉണ്ടോ? ഒരൊറ്റ വീട് പോലും ഇല്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ ഇപ്പം നിങ്ങളും ചിന്തിക്കുന്നതായിരിക്കല്ലേ എങ്ങനെ ഇവിടെ താമസിക്കുന്നു എന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഇവിടെ അങ്ങനെ ഒന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ഇനി കാണത്തുമില്ലെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.